സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുക്കുന്നു. പുതിയ മേയർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊച്ചി, തൃശ്ശൂർ, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട് കോർപ്പറേഷനിലാണ് പുതിയ മേയർമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. വൻ അട്ടിമറികളും ഗ്രൂപ്പ് പോരുകളും നാടകീയ നീക്കങ്ങളും നിറഞ്ഞ വലിയ സംഭവവികാസങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചതായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പക്ഷേ മറ്റ് നിലവിലെ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് പാർട്ടി, അതായത് കോൺഗ്രസ് തീരുമാനമനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കൊച്ചിയിൽ. പക്ഷേ ഇനി അറിയേണ്ടത് ആരായിരിക്കും ഡെപ്യൂട്ടി മേയർ എന്നാണ്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഡെപ്യൂട്ടി മേയർ, ഉപാധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വി അരുണും കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്കാണ്. അരുൺ, തിരുവനന്തപുരത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. BJP-യിൽ നിന്ന് മത്സരിക്കുന്നത് ആശാനാഥാണ്. ആശാനാഥ് തുടർച്ചയായ 3-ാം തവണ കൗൺസിലെത്തുന്ന പ്രതിനിധിയാണ്. ഇത്തവണ കരിമം വാർഡിൽ നിന്നാണ് ആശ ജയിച്ചു വന്നത്. LDF-ന് വേണ്ടി മത്സരിക്കുന്ന രാഖി രവികുമാർ മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയാണ്. CPI നേതാവാണ് രാഖി രവികുമാർ. UDF-ൽ നിന്ന് മത്സരിക്കുന്ന മേരി പുഷ്പം കുന്നുകുഴി കൗൺസിലറാണ്. മേരി പുഷ്പം അവരും മുതിർന്ന അംഗമാണ്. ഈ 3 പേരും മത്സരിക്കുന്നുണ്ട്. നമുക്കറിയാം, മേയർ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 51 വോട്ട് ലഭിച്ചിരുന്നു. 50 BJP കൗൺസിലർമാരും ഒരു സ്വതന്ത്രം അടക്കം 51 വോട്ട് BJP-ക്ക് ലഭിച്ചിരുന്നു. കോണ്ടുകടവ് വാർഡിൽ നിന്നുള്ള കോൺഗ്രസ് എതിരായി മത്സരിച്ച് ജയിച്ച സുധീഷ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും സുധീഷ് വിട്ടുനിൽക്കും. അങ്ങനെ 99 പേരാകും വോട്ട് ചെയ്യാൻ ഉണ്ടാവുക. BJP-ക്ക് നേരത്തെ ലഭിച്ച 51 ലഭിക്കാൻ ഇടയുണ്ട്. കോൺഗ്രസിന് 19 കൗൺസിലർമാരാണ് ഉള്ളത്. പക്ഷെ 17 വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. 2 കൗൺസിലർമാർ, അത് മുണ്ടൻകോട് കൗൺസിലർ ക്ലീറ്റസും അതുപോലെ തന്നെ വെങ്ങാനൂർ കൗൺസിലറും വെങ്ങാനൂർ കൗൺസിലറും വോട്ട് അസാധുവാക്കുകയായിരുന്നു. 2 വോട്ട് അസാധു ആയി പോവുകയായിരുന്നു. 2 പേരും ഈ ബാലറ്റിന് പുറകിൽ പേരെഴുതി ഒപ്പിടണമെന്നുണ്ട്. പക്ഷെ 2 പേരും അതിനെ മറന്നുപോയി. അങ്ങനെയാണ് 2 വോട്ട് കോൺഗ്രസിന്റെ UDF-ന്റെ അസാധുവായത്. LDF-ന് 29 ആണ് അംഗബലം. 29 വോട്ടുകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും ഈ 51 വോട്ട് BJP-ക്ക് ഉറപ്പാണ്. LDF-ന് 29 ഉറപ്പുണ്ട്. ഇത്തരം അബദ്ധങ്ങൾ പറ്റിയില്ല എങ്കിൽ കോൺഗ്രസിന് 19 വോട്ട് ലഭിക്കും. വോട്ടുകളുടെ വാർഡ് പ്രതിനിധി വോട്ട് പങ്കെടുക്കാതെ മാറി നിൽക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും BJP വലിയ ആവേശത്തിലാണ്, ആഘോഷത്തിലാണ്. 4 മണിക്ക് ഈ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇപ്പോൾ തന്നെ അവർ ഈ കൗൺസിൽ ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂറ്റൻ ഫ്ലക്സ് ഉയർത്തിക്കഴിഞ്ഞു. ഗണഗീതം പാടിക്കഴിഞ്ഞു. അങ്ങനെ BJP ഇതിന്റെ എല്ലാ ശക്തിയോടും കൂടി അവരുടെ കാത്തിരുന്ന് കിട്ടിയ നഗരസഭാ ഭരണം ആഘോഷമാക്കുകയാണ്. വൈകിട്ട് BJP ആസ്ഥാനത്തെ ഈ കൗൺസിലർമാർക്കും പുതിയ മേയറിനും ഡെപ്യൂട്ടി മേയർക്കും ഒക്കെ വലിയ സ്വീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. BJP-യുടെ പ്രധാന നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ അധ്യക്ഷന്മാരായ CK പത്മനാഭൻ, കുമ്മനം രാജശേഖരൻ, K സുരേന്ദ്രൻ തുടങ്ങിയ പ്രധാന നേതാക്കൾ, മന്ത്രി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരൊക്കെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തിയിരുന്നു. നിരവധി പ്രവർത്തകരുണ്ടായിരുന്നു. R. ശ്രീരേഖ, മുൻ DGP, ശാസ്തമംഗലത്തെ കൗൺസിലർ R. ശ്രീരേഖ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തില്ല. അവർ ഈ വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പോവുകയായിരുന്നു. അവർക്ക് നേരത്തെ തന്നെ വലിയ അതൃപ്തി ഉണ്ടെന്ന് സൂചനയുണ്ട്. അതിന്റെ ഭാഗമായാണ് ചോദ്യത്തിന് പ്രതികരിക്കാതെയാണ് അവർ പോയത്. ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് വിട്ടുപോകുന്നു എന്നാണ് അവർ വ്യക്തമാക്കിയത്. ഏതായാലും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യാനാണ് സാധ്യത. ഏതായാലും BJP-ക്ക് വലിയ ഒരു അവസരമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 4 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്ന കോർപ്പറേഷൻ പരിധിയിൽ ഈ ഒരു മേയർ സ്ഥാനം ലഭിച്ചത് BJP വലിയ ആവേശത്തോടുകൂടിയാണ് കാണുന്നത്. 4 മണ്ഡലങ്ങളിലും UDF MLA-മാർ ഉണ്ടാകുമെന്ന ഒരു അവകാശവാദവും പ്രതീക്ഷയുമാണ് BJP-ക്ക് എന്തെങ്കിലും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ BJP-ക്ക് തദ്ദേശ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ പോയപ്പോഴും തലസ്ഥാന നഗരസഭ പിടിക്കാനായത് തന്നെയാണ് അവർക്ക് ഏറ്റവും നേട്ടമായത്. അത് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വർദ്ധിപ്പിക്കുന്നത്. തീർച്ചയായും. അതോടൊപ്പം ഈ R. ശ്രീലേഖ, മുൻ IPS ഉദ്യോഗസ്ഥ, അവർക്ക് ഈ മേയർ പദവി ലഭിക്കാത്തതിൻ്റെ അതൃപ്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു.
കേന്ദ്ര നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു എന്ന് പറയുന്നു. പകരം അങ്ങനെയെങ്കിൽ ശ്രീലേഖയുടെ കാര്യത്തിൽ ഒരു പുതിയൊരു പദവി നൽകുക, അങ്ങനെ അവരെ തുടർന്നുള്ള സാഹചര്യങ്ങളിൽ ഒരു നല്ല പരിഗണന കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമോ അരുൺ? ആർ സി ലേഖ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തന്നെ മേയറാക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ഉറപ്പ് നൽകിയിരുന്നു, രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് നൽകിയിരുന്നു എന്നൊക്കെയാണ് നേരത്തെ വ്യക്തമായത്. പക്ഷേ ആ ഉറപ്പുകളൊന്നും പാലിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാധ്യതയല്ല ഉണ്ടായത്. ശക്തരായ പ്രതിപക്ഷമുള്ള നഗരസഭയിൽ രാഷ്ട്രീയ പരിചയമുള്ള നേതാവ് വന്നില്ലെങ്കിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക ദുഷ്കരമെന്ന് നേതൃത്വം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് വി രാജേന്ദ്രനെ മേയറാക്കണമെന്ന ശക്തമായ ആവശ്യം വി മുരളീധരൻ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പി കെ കൃഷ്ണദാസ്, എം ഡി രമേശും ഒക്കെ രാജേഷിനെ അനുകൂലിക്കുകയും ചെയ്തു. RSSന്റെ പിന്തുണ കൂടിയായപ്പോൾ രാജേഷ് മേയർ ആവുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ശ്രീലേഖ തഴയപ്പെട്ട ഒരു വികാരം അവർക്കുമുണ്ട്. എന്തൊരു നേതാക്കൾ നേരിട്ട് വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു, ബോധ്യപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. അവർ ഇന്നലെ ഈ മേയർ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ അവർക്ക് ഇപ്പോഴും ഒരു അതൃപ്തി ഉണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും അവർ പരസ്യമായി ഒരു എതിർവികാരം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. പാർട്ടി കൗൺസിലായത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്നൊരു പരസ്യ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അവരുടെ ഒരു നിലപാട് വ്യക്തമാകും. അവർക്ക് പ്രധാനപ്പെട്ട പദവി എന്ന് പറയുമ്പോൾ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ കഴിഞ്ഞു. ഇനിയുള്ളത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് അവരെ കൊണ്ടുവരുന്ന സാധ്യത വിരളമെന്നാണ് മനസ്സിലാകുന്നത്. വട്ടിയൂർക്കാവ് നിയമസഭയിലേക്ക് ശ്രീലേഖയെ മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ BJP നടത്തുന്നതായ സൂചനകളുണ്ട്. അങ്ങനെയൊക്കെ അതായിരിക്കും അവർക്ക് ഒരു പുതിയൊരു പദവിയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആ തരത്തിലാകും നടക്കുക. ഏതായാലും അവരെ പിണക്കി മുന്നോട്ട് പോകാൻ BJP ആഗ്രഹിക്കുന്നില്ല. അവരുമായി സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJP നേതൃത്വത്തിന്റെ നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്.